ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും ഉമ്മാൻ്റെ പഠിക്കണമെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അപ്പം നമ്മളിന്ന് കുനാഫ ഡോ ഇല്ലാണ്ടാണ് കുനാഫ ഉണ്ടാക്കുന്നത്. സേമിയ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ അതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ടയും അതേപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് അങ്ങോട്ട് പഞ്ചസാര എല്ലാം മെൽട്ടായി വരട്ടെ. അപ്പം ഇത് നന്നായി മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഡോ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ സേമിയ വളരെ നൈസായിട്ടുള്ള സേമിയയാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് കളർ കൂടി ചേർക്കുന്നുണ്ട്. ഫുഡ് കളറാണ്, റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ബട്ടർ തടവി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ സ്മാഷർ എടുത്തിട്ടാണ് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ സെൻറ്ററിൽ വേണം ചീസ് ഇട്ട് കൊടുക്കാൻ. അപ്പം അരികിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ലെയർ കോട്ടും കൂടെ ചെയ്യാം സേമിയ വെച്ചിട്ട്. ഇതേപോലെ സേമിയ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് പ്രസ് ചെയ്യരുത്, ചീസൊക്കെ പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിം ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോഴേക്കും നമുക്കിതൊന്ന് റെഡിയായി വരുമ്പോൾ ഇതിൻ്റെ അരികെല്ലാം ഇങ്ങനെ വരും. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പാൻ തന്നെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഇങ്ങനെ വിട്ട് വരും. ഇതേപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയായി കിട്ടിയില്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സിറപ്പെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ സിറപ്പിനകത്ത് മധുരത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യം ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ഒരു പാകത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ സിറപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുനാഫ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഡോ വേണം എന്നില്ല. അപ്പോൾ സേമിയ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. വളരെ ചീസി ആയിട്ടുള്ള കുനാഫ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മക്കൾക്കും വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതേപോലെ വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.